നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കരയുദ്ധത്തിന് US തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിൽ അമേരിക്കൻ പട്ടാളത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ വീഡിയോ ഇതാ പുറത്തു വരികയാണ്. കം ക്ലോസ് എന്ന് വിളിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരൂ, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഇറാന്റെ ആ ഒരു വീഡിയോ പുറത്തു വരുന്നത്. നിനക്കൊക്കെ ചാവാൻ ഇത്രയ്ക്കും ആഗ്രഹമോ എന്ന് ചോദിച്ച ഒരു ചോദ്യം പോലെയാണ് ഇതിന് അമേരിക്ക തിരിച്ച് അടിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈനികരെ നേരിട്ട് തോൽപ്പിക്കാൻ തങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും അടുത്തേക്ക് വാ ഞങ്ങൾ തകർത്ത് കളയുമെന്നുമുള്ള സന്ദേശമടങ്ങുന്ന വീഡിയോയാണ് IRGC പുറത്തുവിട്ടിരിക്കുന്നത്. 59 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഇറാന്റെ പ്രത്യേക സംഘം സൈനികർ ആയുധങ്ങളുമായി തയ്യാറെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ദുർഘട പ്രദേശത്ത് സൈനികാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും മിസൈൽ ലോഞ്ചറുകളുമായി നീങ്ങുന്നവരെയും ഉഗ്ര സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങളും വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ഇറാനിൽ നഷ്ടമാകുന്ന ഓരോ ജീവനും അമേരിക്ക വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അമേരിക്കൻ ടെക് കമ്പനികളായ ആപ്പിൾ, ഗൂഗിൾ, മെറ്റ, IBM, ടെസ്ല എന്ന് തുടങ്ങി 18ഓളം സ്ഥാപനങ്ങൾക്കെതിരെ ഇന്നു മുതൽ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഓഫീസുകളിൽ നിന്നും ഓഫീസ് പരിസരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഭീകര സ്ഥാപനങ്ങളാണ് ഇവയെന്നും ഈ സ്ഥാപനങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ഇറാൻ ആവശ്യപ്പെടുകയാണ്. സർവ്വസന്നാഹങ്ങളുമായി അമേരിക്കൻ സൈന്യം തയ്യാറാണെന്നായിരുന്നു വൈറ്റ് ഹൗസിന്റെ ഇന്നലത്തെ പ്രതികരണം. അധിക സൈന്യത്തെ കൂടി പശ്ചിമേഷ്യയിലേക്ക് നിയോഗിക്കുന്നുവെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. ഏപ്രിൽ 6-നകം യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് കൂടുതൽ പട്ടാളക്കാരെ നിയോഗിച്ചത് എന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ്. അമേരിക്കൻ സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്കായാണ് നിലവിൽ സൈന്യത്തെ നിയോഗിക്കുന്നത് എന്നും സമാധാന കരാറിൽ എത്താനും യുദ്ധം അവസാനിപ്പിക്കാനുമാണ് US ശ്രമിക്കുന്നത് എന്നുമായിരുന്നു വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റിന്റെ പ്രതികരണം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലാണ് പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അതിനായി കമാൻഡർ ഇൻ ചീഫിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകാൻ പെന്റഗണിന്റെ ജോലിയെയും അവർ പ്രതികരിച്ചിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ സൈന്യം പശ്ചിമേഷ്യയിൽ നിന്ന് മടങ്ങുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ ഒടുവിലത്തെ പ്രതികരണം. USS ട്രിപ്പോളിയിൽ മാത്രം 3500 മറീനുകളും സൈനികരുമാണ് ഉള്ളത്. ഇതിന് പുറമെ 7000ഓളം സൈനികരെ കൂടി പശ്ചിമേഷ്യയിലേക്ക് US നിയോഗിച്ചിട്ടുണ്ട്. മധ്യേഷ്യൻ ആകാശത്ത് ഇറാൻ നടത്തിയ വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സഖ്യകക്ഷികൾക്കൊപ്പം ബ്രിട്ടീഷ് വ്യോമസേന നടത്തിയ അതിസങ്കീർണമായ സൈനിക നീക്കത്തിന്റെ അണിയറ കാഴ്ചകൾ പുറത്ത്. BBC പ്രതിനിധി ലൂസി വില്യംസൺ നേരിട്ട് RAF വോയേജർ ടാങ്കർ വിമാനത്തിനുള്ളിൽ നിന്ന് നടത്തിയ റിപ്പോർട്ടിംഗ് ഒരു യുദ്ധമുഖത്തെ ശ്വാസമടക്കി പിടിച്ചുള്ള നിമിഷങ്ങളെയാണ് ലോകത്തിന് മുന്നിലെത്തിക്കുന്നത്. അതേസമയം ചില പ്രവചനങ്ങൾ കൂടി ഈ സമയം വൈറലാവുകയാണ്. ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള സമീപകാല യുദ്ധം ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കുകയാണ്. അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും ഭയത്തോടെയും ആശ്ചര്യത്തോടു കൂടിയും ചിന്തിക്കുകയാണ്. സ്ഥിതിഗതികൾ ഏത് നിമിഷവും വഷളാകാമെന്നതിനാൽ ജനം ഭയത്തിലും ഉത്കണ്ഠയിലും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ചിലർ ഭാവിയിൽ ഒരു വലിയ യുദ്ധവും ആഗോള പ്രക്ഷോഭവും പ്രവചിച്ച ഈ നോസ്ട്രാഡാമിന്റെ പ്രവചനങ്ങളുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് 2026-ൽ നോസ്ട്രാഡാമിന്റേത് പോലെയുള്ള പഴയ പ്രവചനങ്ങൾ വീണ്ടും ശ്രദ്ധയിൽപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ വലിയ പിരിമുറുക്കം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നും ഇനി വരാൻ പോകുന്നത് മറ്റൊരു മഹായുദ്ധമാകുമോ എന്നടക്കമുള്ള സംശയങ്ങളുമുണ്ട്. ഇതിനെല്ലാമുള്ള ഉത്തരം വർഷങ്ങൾക്ക് മുൻപേ ഈ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ഓഹരി വിപണിയിലെ വലിയ ഇടിവിന്റെ സൂചനകൾ അടക്കമുള്ളവ വരുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. നോസ്ട്രാഡാമിന്റെ പ്രവചനം എന്താണ്? നോസ്ട്രാഡാം തന്റെ പ്രവചനങ്ങളിൽ 2026-ലെ സ്വർണം, വെള്ളി, പണപ്പെരുപ്പം എന്നിവയെക്കുറിച്ച് നേരിട്ട് പരാമർശിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ രചനകൾ പലപ്പോഴും യുദ്ധം, സാമ്പത്തിക പ്രതിസന്ധി, ആഗോള അസ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളായി കാണപ്പെടുന്നു. ഇന്ന് ആളുകൾ അവയെ സമീപകാല യുദ്ധങ്ങളുമായി പ്രതിസന്ധികളുമായും ബന്ധപ്പെടുത്തുന്നുമുണ്ട്. യുദ്ധസമയത്ത് ആളുകൾ സ്വർണം, വെള്ളി തുടങ്ങിയ ആസ്തികളിലേക്ക് തിരിയുന്നു. ഇതിനർത്ഥം ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വിലകൾ ഉയർന്നേക്കാം എന്നാണ്. പക്ഷേ വിപണിയിൽ ഇത് എല്ലായ്പ്പോഴും അങ്ങനെയല്ല. കാരണം വിലകൾ നിരന്തരം ചാഞ്ചാടുന്നുണ്ട്. സ്വർണം, വെള്ളി വില കൂടുമോ കുറയുമോ? സമീപകാല വിപണി പ്രവണതകൾ അല്പം സങ്കീർണമായ ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധം, സംഘർഷങ്ങളും ഉണ്ടെങ്കിലും സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ ചിലപ്പോൾ കുറയാറുണ്ട്.
ഇത് പ്രധാനമായും US ഡോളറിന്റെ ശക്തിയും പലിശ നിരക്കിലെ വർധനവുമാണ്. ലോകത്ത് യുദ്ധത്തിന്റെ സാന്നിധ്യം മാത്രം വില ഉയർത്താൻ പര്യാപ്തമല്ല. പണത്തിന്റെ മൂല്യം, ബാങ്ക് നയങ്ങൾ എന്നിവയെ കുറിച്ചുള്ള മറ്റ് പല ഘടകങ്ങളും വിപണിയെ സ്വാധീനിക്കുന്നു. അതിനാൽ നോസ്ട്രഡാമിന്റെ പ്രവചനങ്ങൾ പരിഗണിക്കാതെ തന്നെ യഥാർത്ഥ വിപണി ചലനങ്ങൾ നിർണ്ണയിക്കുന്നത് ഈ യഥാർത്ഥ സാമ്പത്തിക ഘടകങ്ങൾ തന്നെയാണ്. മൂന്നാം ലോകം എന്തായിരിക്കാം? ഇന്നത്തെ സാഹചര്യം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം നോസ്ട്രഡാംസ് തന്റെ രചനകളിൽ ഒരു വലിയ യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആളുകൾ അതിനെ ഇന്നത്തെ സാഹചര്യവുമായി ബന്ധിപ്പിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ രചനകളിൽ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നില്ല എന്നതാണ് സത്യം. വിദഗ്ധർ എന്താണ് പറയുന്നത്? വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഓഹരി വിപണിയുടെയും ചലനങ്ങൾ, പണപ്പെരുപ്പം, അതുപോലെ തന്നെ പലിശ നിരക്ക്, ആഗോള വിതരണം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിനർത്ഥം വിപണികൾ പ്രവചനങ്ങളാലല്ല യഥാർത്ഥ സാമ്പത്തിക സാഹചര്യങ്ങളാൽ നയിക്കപ്പെടുന്നു എന്നാണ്. അതേസമയം നോസ്ട്രഡാമിന്റെ രചനകൾ നേരിട്ടുള്ളതല്ല, മറിച്ച് സൂചന നൽകുന്നതാണ്. ആളുകൾ അവയെ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഇത് ഒരേ പ്രസ്താവനയുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നോസ്ട്രഡാമിന്റെ പ്രവചനങ്ങൾ തീർച്ചയായും ചർച്ചയ്ക്കും ഭയത്തിനും കാരണമാകുന്നു. പക്ഷേ യഥാർത്ഥ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ സാമ്പത്തികവും ആഗോളവുമായ സാഹചര്യങ്ങളാണ് നയിക്കുന്നത്. അതിനാൽ നിക്ഷേപം നടത്തുമ്പോൾ ഊഹക്കച്ചവടത്തിനോ പ്രവചനങ്ങൾക്കോ പകരം കൃത്യമായ ഡാറ്റയും വിദഗ്ധ ഉപദേശത്തെയും ആശ്രയിക്കുന്നതാണ് എപ്പോഴും ബുദ്ധി. അതേസമയം ഇറാനിലേക്ക് വരികയാണെങ്കിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി എവിടെയാണ് എന്നതിൽ നിർണായക വെളിപ്പെടുത്തലുമായി റഷ്യ രംഗത്തു വരികയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി എവിടെയാണ് എന്നതിൽ നിർണായക വെളിപ്പെടുത്തലുമായി റഷ്യ. അയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ ഇറാന്റെ ചുമതലയേറ്റ മൊജ്തബ ഖമനേയി ഇറാനിലെ അതീവ സുരക്ഷിതമായ ഒരു ഭൂഗർഭ ബങ്കറിലുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. ഇറാനിലെ റഷ്യൻ അംബാസിഡർ അലക്സി ദെദോവിന്റേതാണ് പ്രസ്താവന. ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് വധശ്രമം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ മുൻകരുതലെന്നാണ് വെളിപ്പെടുത്തൽ. ഖമനേയുമായി റഷ്യൻ ഉദ്യോഗസ്ഥർ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മൊജ്തബ ഖമനേയിക്ക് പരിക്കേറ്റെന്നോ അദ്ദേഹം രാജ്യം വിട്ടെന്നോ ഉള്ള പ്രചരണങ്ങൾ റഷ്യൻ പ്രതിനിധി തള്ളി. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും രാജ്യത്തെ സൈനിക നീക്കങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുകയാണ് എന്നും അദ്ദേഹം അറിയിച്ചു. ഇറാന്റെ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ഇസ്രയേൽ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട ശേഷം ഇറാന്റെ പരമോന്നത അധികാര കേന്ദ്രമായി മാറിയ മൊജ്തബ ഖമനേയി പാശ്ചാത്യ രാജ്യങ്ങളോട് കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയായാണ് അറിയപ്പെടുന്നത്. യുദ്ധം രൂക്ഷമായതോടെ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി റഷ്യയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു വിവരമുള്ളത്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിലടക്കം റഷ്യ സജീവമായി ഇടപെടുന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും സമ്മർദ്ദത്തിൽ ആക്കിയിട്ടുണ്ട്.